നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പടം ഒന്ന് കാണിച്ചേ. പടോ? ആ ആന്റിയുടെ കയ്യിലിരിക്കുന്ന പടം. ആ അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിലോ? ആരുടെ വീട്ടില്? ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളില്. അപ്പൊ കാണിച്ചു തരാം പടം. പറ്റില്ല. കാറി പോകുമ്പോ കാണിച്ചു തരാന്നല്ലേ ആന്റി പറഞ്ഞത്. കാണിച്ചു തരില്ലെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. ആരും നമ്മളെ അന്വേഷിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് ഫോൺ ഓണാക്കിക്കോ. ഓണാക്കല്ലേ? ഓണാക്കുന്ന. ഹലോ, എടോ, ബാങ്കിൽ നിന്ന് ഒരു ലോണിന്റെ കേസാ, ഒന്ന് നോക്കിക്കോണേ. ഹലോ, പറഞ്ഞോളൂ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഒന്ന് നോക്കിക്കോളണേ. സേർ വിളിക്കാൻ. പോയിട്ട് വാ. ഓണായി. സമയം നോക്ക്. അയ്യോ, 4 മണിയോ? സ്കൂള് വിട്ട് കാണുമല്ലോ. പപ്പി, ഫോൺ പോക്കറ്റിൽ ഇട്ടോ. പപ്പി, ഷോർട്ട് കട്ട് വഴി പോകുന്നോണ്ട് ചിലപ്പോ പെട്ടെന്ന് എത്തുമായിരിക്കും പപ്പി. സ്കൂളിൽ നിന്ന് ചാടിപ്പോയ വിവരം സത്യാമ്മ അറിഞ്ഞാൽ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ സത്യേ. എന്തായാലും നമ്മൾ വന്ന കാര്യം നടന്നല്ലോ. പക്ഷെ നമ്മൾ പടം കണ്ടില്ലല്ലോ സത്യേ. ആന്റി, ആ പടം ഒന്ന് കാണിച്ചേ. പടോ? ആ ആന്റിയുടെ കയ്യിലിരിക്കുന്ന പടം. ആ അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിലോ? ആരുടെ വീട്ടില്? ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളില്. അപ്പൊ കാണിച്ചു തരാം പടം. പറ്റില്ല. കാറി പോകുമ്പോ കാണിച്ചു തരാന്നല്ലേ ആന്റി പറഞ്ഞത്. കാണിച്ചു തരില്ലെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. കാണിച്ചു തരാം നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നിടത്ത്. അതെന്താ ഇപ്പൊ കാണിച്ചു തന്നോ? ആഹാ, കൊള്ളാലോ. രണ്ടും കൂടെ എന്റെ തല തിന്നാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ദേ പിള്ളേരെ, എനിക്കൊരു കാര്യമുള്ളതല്ല. വഴിയിൽ തെണ്ടിത്തിരിഞ്ഞ് നിന്ന് നിങ്ങളെ എന്റെ കാറി കയറ്റി കുളിക്കേ നനയ്ക്കയില്ലാത്ത ഏതോ ഒരു അലവലാതിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിങ്ങൾ പറഞ്ഞ പടോ തേങ്ങയോ ഒക്കെ വരച്ചു വാങ്ങി. എന്നിട്ടിനി സുരക്ഷിതമായി നിങ്ങളെ നാട്ടിൽ തിരികെ എത്തിക്കണം. അതും എന്റെ കാറിൽ, ഞാൻ പെട്രോൾ അടിച്ചിട്ട്. എന്നിട്ടെന്റെ തലേക്കറി നിരങ്ങാൻ വരല്ലേ. അതേറ്റെന്ന് തോന്നുന്നു. ആന്റി എന്ത് പറഞ്ഞാലും ആ പടം കാണിച്ചേ പറ്റൂ. അതെ ആന്റി, ആ പടം വരച്ച് കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടത്. അമ്മേ, ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ഇന്ന് കൊണ്ടുവരലോന്നാ ടീച്ചർ പറഞ്ഞത്. വയനാടല്ലേ?
ദുരന്ത ബാധിതർക്ക് വേണ്ടിയല്ലേ മോളെ, കുറയ്ക്കണ്ട. സത്യ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നോട് പണം വാങ്ങിച്ചത്? ഈശ്വര, അപ്പൊ എല്ലാം മുൻകൂറായി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലേ? എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തരുത്. ഹലോ ചിറ്റപ്പ. എന്താടി നീ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു ചിറ്റപ്പ. ഞാനിവിടെ മീൻപാറ വരെ ഒന്ന് വന്നതാ. അപ്പോ ചിറ്റപ്പന്റെ കാര്യം ഓർത്തപ്പോ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. മീൻമാറല്ലോ? അവിടെ എന്താ പരിപാടി? ഹിൽ സ്റ്റേഷൻ അല്ലേ ചിറ്റപ്പ, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വന്നതാ. തിരിച്ചു പോകുന്ന വഴി ഒരു പണി കിട്ടി. എന്ത് പണി? ആ അത് ആ, എന്താ ചിറ്റപ്പ? ശ്യാമയുടെ മകളും ആ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയെന്നല്ലേ നീ പറഞ്ഞത്? അതെ. രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നവർ, ഒരേ യൂണിഫോം. ആ അതെ. അല്ല ചിറ്റപ്പൻ എങ്ങനെ? ആ ചിറ്റപ്പൻ അറിയാതെ വരില്ലല്ലോ ഇവരെ. ഇവർ രണ്ടുപേരും കൂടി ഒരു കുട്ടിയുടെ രേഖാചിത്രം വരപ്പിക്കാനായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോ ചിറ്റപ്പൻ അവരെ വിരട്ടി വിട്ടിട്ട് പടം കീറിക്കളഞ്ഞെന്നാണല്ലോ കേട്ടെ. കഷ്ടമുണ്ട് ചിറ്റപ്പ, രണ്ട് കൊച്ചു പിള്ളേര്. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കാണാതായിട്ട് അവളെ കണ്ടുപിടിക്കാൻ രേഖാചിത്രം വരപ്പിക്കാനായിട്ട് വന്നതല്ലേ സ്റ്റേഷനില്. ആ പടം വാങ്ങിച്ച് കീറിക്കളയാന്ന് വെച്ചാ ചിറ്റപ്പൻ എന്തൊരു ദുഷ്ടനാ. ശരി, സമ്മതിച്ചു. ഞാൻ ദുഷ്ടനല്ല, പരമദുഷ്ടൻ. ആ അങ്ങനെ പറയേ. ആ കുട്ടികള് മീൻപാറ വന്നിരിക്കുന്നതും രേഖാചിത്രം വരപ്പിക്കാൻ വേണ്ടിയാണല്ലോ അല്ലേ? ആ അതെ. പൊന്നു ചിറ്റപ്പ, ഇതിലെങ്കിലും ഇടങ്കോലിടല്ലേ. ആ കുട്ടികൾ കൂട്ടുകാരുടെ പടം വരച്ചിട്ട് പൊക്കോട്ടെ. ഹേയ്, ഞാൻ എന്ത് ഇടങ്കോലിടാൻ? നീ പറഞ്ഞല്ലേ ഞാൻ ആ കേസേ വിട്ടു. അതാ നല്ലത്. എന്നാ ശരി, ഫോൺ വെച്ചോട്ടെ. ആ വെക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യണം. എന്താ ചിറ്റപ്പ? എടീ, ആ കുട്ടികൾ വരപ്പിക്കുന്ന കൂട്ടുകാരുടെ പടമില്ലേ, ആ അത് വരച്ചു തരാറായോ? ആ കഴിയാറായെന്ന് തോന്നുന്നു. അവരുടെ കൂട്ടുകാരുടെ പടം ആ കുട്ടികൾ കണ്ടില്ലല്ലോ ഇതുവരെ? ഇല്ല. ആ മോക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ആ അതെന്താ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.